ആദ്യം ഞാൻ കരുതി മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികളാണ്. പിന്നെ മനസ്സിലായത് മതനിരപേക്ഷതയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന കേരളത്തിലെ ലീഗ് പ്രവർത്തകരാണ്. കാരണം അറിഞ്ഞോ അറിയാതെ ഇവരുടെ പ്രവൃത്തിയിലൂടെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, പച്ചയായ വർഗീയത. ഞാൻ ഒരു വീഡിയോ കൂടെ കാണിക്കാം. ഒന്നുകൂടെ പറയാം, കേരളത്തിലെ എല്ലാ മെമ്പറും തബ്ലീഗ് ജമാഅത്തിന്റെ, സുന്നിയുടെ, ജമാഅത്തെ ഇസ്ലാമിന്റെ എല്ലാവരുടെയും മെമ്പർ വെള്ളിയാഴ്ച മാത്രം മുജാഹിദ് പണ്ഡിതന്മാർക്ക് കുത്തുപെടുത്താൻ തരിക. 10 കൊല്ലം കൊണ്ട് കേരളത്തെ നമ്മൾ ഇസ്ലാമിക രാജ്യമാക്കി. ഇനി വരെ വെറുതെ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യമുണ്ട് ഇവിടെ, വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ പത്തായി. കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മുടെ കേരളം. എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും മനസ്സിനകത്തിരിക്കുന്നത് അങ്ങ് അറിയാതെ തുപ്പിപ്പോകും. അതെന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നടക്കും. കേരളം നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മാറ്റമാണ് മാറ്റാൻ പോകുന്നത് ഇപ്പൊ പ്രവചിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ഈ കാണിക്കുന്ന പ്രവൃത്തി പ്രവണതയുണ്ടല്ലോ. ഇന്ത്യയിൽ 75% വരുന്ന ഹിന്ദുക്കളെയും കേരളത്തിൽ 54% വരുന്ന ഹിന്ദുക്കളെയും ഒന്നിപ്പിച്ച്